ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഒരു വലിയ പ്രശ്നം നടക്കാൻ പോവാണ്. പ്രശ്നം കണ്ട് ചിരിക്കാൻ നിങ്ങൾ എല്ലാം റെഡി ആണെങ്കിൽ അടുത്ത ഐറ്റം ഇറക്കട്ടെ. അപ്പൊ നമുക്ക് വേദിയിലേക്ക് വെൽക്കം ചെയ്യാം ദീപു നാവായിക്കോളം, ശംഭു ചേട്ടൻ ആൻഡ് സുമി ചേച്ചി. ഐറ്റം വേറെ തുടർന്നു വന്നാലേ വസന്തം പോലും സുഗന്ധമേകൂ വികാരങ്ങളാറും മാറി വന്നെങ്കിലേ വിനോദങ്ങളെല്ലാം മധുരങ്ങളാകും വികൃതിയില്ലെങ്കിൽ പ്രകൃതിയുണ്ടോ പ്രകൃതിയില്ലെങ്കിൽ സുകൃതിയുണ്ടോ വികൃതിയില്ലെങ്കിൽ പ്രകൃതിയുണ്ടോ. രാത്രി ഒരു പൂള് കണ്ണടച്ചില്ല. ഞാനും ഒരു ചായ കിട്ടിയാ കൊള്ളാരും. എനിക്കും ദോശ ഉണ്ടാക്കിയാലോ? നല്ലതായിരുന്നു. എന്റെ സ്വഭാവം ചില സമയത്ത് എനിക്ക് തന്നെ പിടിക്കത്തില്ല. എനിക്കും പിടിക്കത്തില്ല. ഇനി എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ എന്റെ കയ്യിൽ കൊള്ളും. എന്റെ കൊള്ളും 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 കൊള്ളും. എടി എന്റെ തിട്ടേ വന്നിരുന്നിട്ടാണ് നീ ന്യായം പറയുന്നുള്ള ഒരു ബോധം നിനക്ക് വേണം. ഇത് നിന്റെ തിട്ടയല്ലേ, അല്ലാതെ പത്തനംതിട്ടയൊന്നും അല്ലല്ലോ. തിട്ടാ പോയെന്ന് പറഞ്ഞു നോക്ക്. അന്നേരം നീ നേരത്തെ പറഞ്ഞത് പറ്റും. എന്തോന്ന്? കൊള്ളും 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 കൊള്ളും. എടീ പോടി എന്ന് വിളിക്കുമ്പം ഇവിടെ ഇരിക്കുന്നവര് വിചാരിക്കും നീ ഞാൻ ഒന്നെങ്കിൽ ചേച്ചി അനിയത്തി, അല്ലെങ്കിൽ കൂട്ടുകാരി, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ. ഇതൊന്നും അല്ല. ഇവളെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും ഞാൻ ആരാന്നും അവൾ ആരാന്നിട്ടേ. ഞാൻ ആരാടി? ഭാര്യ. ആരുടെ? നിന്റെ ഭർത്താവിന്റെ. നീ ആരാടി? ഭാര്യ. ആരുടെ? നിന്റെ ഭർത്താവിന്റെ. കണ്ടോ കണ്ടോ എന്റെ ഭർത്താവിന്റെ. എന്ന് മുതലടി എന്ന് മുതല്? ഇന്നലെ രാത്രി മുതൽ. എനിക്കടി എവിടുന്ന്. ശരിയാ, ചില കെട്ടിയോന്മാര് കുടിക്കും. എന്റെ കെട്ടിയോന്റെ കാര്യം പറയുവാണെങ്കിൽ പ്രത്യേകിച്ചും അയാൾക്ക് ചില സമയത്തുണ്ടല്ലോ കുടിച്ചാ നല്ല സ്വഭാവം, കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിലും നല്ല സ്വഭാവം. കുടിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്തുവാന്നുള്ള ഒരു ബോധം പോലുമില്ല. വെളിവും വെള്ളിയാഴ്ചയൊക്കെ പറയത് കുടിക്കുന്നവരുടെ ഓരോരോ രീതികളാ. പക്ഷെ അത് മുതലെടുത്ത് നീ എന്റെ കെട്ടിയോനെ കയ്യും കലാശവും കാണിച്ച് എന്തിനാടീ രാത്രിക്ക് രാത്രി ഇവിടെ വന്ന് കയറിയത്? ഇവള് പറഞ്ഞത് കറക്റ്റായിട്ട് പറഞ്ഞില്ല. ഞാൻ ഷാപ്പിലെ കറിവെപ്പുകാരിയാണ്. എവിടെ ഭർത്താവിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഷാപ്പിൽ വന്ന് കള്ളു കുടിച്ച് വിഷമത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ കറികൾ അങ്ങ് വിളമ്പി കൊടുത്തോണ്ടിരിക്കും. ഇങ്ങനെയുടെ വിഷമം കേൾക്കുമ്പോ എനിക്ക് വികാരവതിനി വിരകമുണർത്തിയ വേദനയും ഇവക്ക് ശീൽക്കാരോ. മൊത്തം പറഞ്ഞില്ല. എന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ ബോധം പോയി. കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണാണ്. ഒരു പുരുഷൻ ഇങ്ങനെ പറയല്ലേ, ബോധമില്ലാത്ത എവരെ എടുത്തോണ്ട് ഞാൻ ഇങ്ങ് പോന്നു. ഇനി മുതൽ ഇതാണ് എന്റെ ഭർത്താവ്. കൂടുതൽ നീ സംസാരിക്കരുത്. അവിടെ പടുതിയും മൊട്ടും കൊണ്ടോ. നിന്റെ പേര്? മീനാക്ഷി. എന്തോ നിന്റെ പേര്? ശാന്തി. ഒരു നീ ഒരു ഹുമ്മിടുമ്പോ കുറഞ്ഞ ഞാൻ ഒരു പായിടണ്ടേ? ആ പായെടുത്തോണ്ട് വാ, എനിക്ക് അകത്ത് കിടന്ന് ഉറങ്ങാം. എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ രണ്ടും കൂടി നല്ല ലാല പാടി വന്നപ്പം പെരക്കകത്ത് കയറ്റാതെ ഇങ്ങനെ ഇവിടെ നിന്നെ അവിടെ ഇരുത്തി ഞാനും അവിടെ ഇരുന്ന് ഉറക്കമുളച്ചത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. തീരുമാനം ഒന്നുമില്ല. ഇന്നോടുകൂടി നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇന്നു മുതൽ ഞാൻ താമസം. നീ പറഞ്ഞിട്ട് വേണ്ട എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോവാൻ. എനിക്ക് തോന്നുമ്പോ ഞാൻ പോവും. പോകുമ്പോ ഒരു കാര്യം, മുളക് പൊടി മല്ലിപ്പൊടി കായിരിക്കുന്ന സ്ഥലം കൂടെ പറഞ്ഞിട്ടേ പോവാവൂ. അതെന്തുവാ? അന്നിന് മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാൻ വെച്ചു കൊടുക്കാൻ. നിന്റെ വീട് അവിടെ അടി. നിന്റെ മണ്ണടി എന്തോയിനാന്നോ അവിടുന്ന് മുളച്ചു പൊന്തി വന്നു. ഈ കിടക്കുന്ന ആളൊന്നും എണീക്കട്ടടി. ആരാന്ന് അപ്പ അറിയാം കേട്ടോ. എണീക്കട്ടെ പോളെ പറട്ടെ. ചേച്ചി തുള്ളുന്നില്ലേ? ഈ ജനറേറ്റർ ഓൺ ആകുമ്പോ തന്നെ ഞാൻ ഓൺ ആകുന്നത്. ഇത് ഞാൻ എന്നും കേൾക്കുന്നതാ. ഇത് ആദ്യമായിട്ടും അവസാനമായിട്ടും കേൾക്കുന്നതായിരിക്കും. ഷാപ്പിൽ പോയി 2-3 അടിച്ചിട്ട് വരുമ്പം ഈ ഉടുതുണി ഏത് ഭാഗത്താണ് കിടക്കണമെന്ന് പറയാൻ പറ്റൂല. ഇത് നീ എടുത്ത് ഏത് രീതിയിൽ കൊണ്ടുവരുമെന്ന് അറിയാൻ വയ്യ. മോളെ, എന്തോ ഇന്നലെ അടിച്ചതിന്റെ പ്രശ്നമാണെന്ന് ഡബിളായിട്ടൊക്കെ കേൾക്കും. മോളെ, എന്തോ പ്രശ്നമില്ല. എന്താണ്? എന്താ എന്താ എന്താ
എന്തൊരു മോളെ നിനക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. സന്തോഷമോ? എന്റെ ഈ മുഖം കണ്ടട്ടോ, എന്റെ ഈ മുഖം കണ്ടട്ടോ സന്തോഷമാണോ? എന്ത് പറ്റി മോക്ക്? നീ വിഷമിച്ചിരിക്കണം. എന്ത് കാര്യം പറയടി? വിഷമിച്ചിരിക്കുന്ന എന്തിനാന്ന് ഞാൻ തന്നെ പറയണോ അണ്ണാ? ഞാൻ തന്നെ പറയണോ? അരെ അരെ ആരാന്നോ? അണ്ണ ചുമ്മാ ഉരുണ്ട് കളിക്കരുത്. നിങ്ങൾ ചുമ്മാ കിടന്ന് ഉരുണ്ട് കളിക്കരുത്. നിങ്ങളുടെ വായും കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഇതാരാ 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 അണ്ണ ഇതാരാ? അത് ഞാൻ വീട്ടിലെ മീൻകറി ഷാപ്പിൽ വെക്കുമ്പോ ഇങ്ങനെ കിടന്ന് തിളക്കണം. നീ കൂടുതലായിട്ടും തിളക്കൊന്നും വേണ്ട. പറ, ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം. എനിക്ക് നിങ്ങളുടെ വായിന്ന് തന്നെ അറിയണം. ഇതാരാ? ടഫ് ക്വസ്റ്റ്യൻ ആണ്. ക്ലൂ വല്ലതും? ഓപ്ഷൻ എ കൂട്ടുകാരി. നോ, നെവർ. ഓപ്ഷൻ ബി അയൽവാസി. നോ താങ്ക്സ്. ഓപ്ഷൻ സി ഭാര്യ. ഓപ്ഷൻ ഡി ഷാപ്പിലെ കറിവെപ്പുകാരി. എക്സാക്ട്ലി, യു വിൻ. ഞാൻ ഓർക്കുന്നു, വല്ലാണ്ട് ഓർക്കുന്നു. കിട്ടുന്നു, എനിക്ക് കിട്ടുന്നു. എനിക്കറിയാം, ഷാപ്പിൽ കറി വെക്കുന്ന ആ പെൺകുട്ടിയല്ലേ. ഇവരുടെ തലക്കറി ഒന്ന് കാണണം. കിടുക്കാട്ടിപ്പൊളി, സൂപ്പറാണ്. എന്തിനു നിങ്ങൾ ഇവിടെ വന്നു? ഹോം ഡെലിവറി പ്ലീസ്. എന്താ പറഞ്ഞേ? ഹോം ഡെലിവറി. അതെ, ഈ വീട്ടിൽ നിന്ന് ഡെലിവറി ചെയ്യാനാ വന്നത്. പക്ഷെ ഞാൻ ഇവിടെ ഉള്ളപ്പോ ആ പ്ലാൻ നടക്കത്തില്ലെന്നാ. നടക്കത്തില്ല. നിങ്ങൾ ഇന്നലെ കള്ളു കുടിക്കാൻ പോയോ? പോയി. കള്ളു കുടിച്ചായിരുന്നോ? കുടിച്ചാർന്നു. അവിടെ ചെന്നിട്ട് കല്യാണം കഴിച്ചാർന്നോ? കല്യാണം കഴിച്ചാർന്നില്ല. പിന്നെ ഒരു മറ്റേ എന്തിന്റെ പേര്, കല്ലുമ്മക്കായി കഴിച്ചാർന്നു. ഇവര് തന്ന കഴിച്ചാർന്നു. എന്തൊക്കെയാ പറഞ്ഞത് ഷാപ്പിൽ വെച്ച്? നിന്റെ ഞണ്ടുകറി കൊള്ളാം, പച്ചക്കറി കൊള്ളാം, മീൻകറി കൊള്ളാം, മത്തിക്കറി കൊള്ളാം, അയിലക്കറി കൊള്ളാം, ചൂരക്കറി കൊള്ളാം, എല്ലാം കൊള്ളാം എന്ന് പറഞ്ഞല്ലേ? 2-3 കറി കൂടെ കൊള്ളാന്ന് പറ. എന്തിനാ? ആ വാക്കിനങ്ങ് പൊയ്ക്കോളൂ. അങ്ങനെ പോയാൽ ശരിയാവൂല. ഈ പെണ്ണ് നാട്ടുകാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഴയൂലേ. എന്റെ അഭിമാനം എന്തരാവും? വിളിച്ചു വരുത്താം, അങ്ങനെ പെട്ടെന്ന് പൊക്കളയല്ലേ. എടി നാട്ടുകാരുടെ അവിടെ നിൽക്കട്ടെ. നീ എന്തുദ്ദേശം അടി ഇങ്ങോട്ട് വന്നത്? അത് വേറൊന്നുമല്ല, എന്റെ അടുത്ത് അണ്ണനെ ഇഷ്ടാണെന്ന് പറയുന്നതിനപ്പുറം പ്രകടിപ്പിക്കുമായിരുന്നു. പ്രകടിപ്പിക്കും. ഞാൻ ചന്തയിൽ പോയിട്ട് വരുമ്പോ പ്രകടിപ്പിക്കും, ഞാൻ കള്ളെടുത്ത് കൊടുക്കുമ്പം പ്രകടിപ്പിക്കും, പിന്നെ ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ പ്രകടിപ്പിക്കും. കല്യാണം കഴിഞ്ഞിട്ട് മക്കളെ നീ പറയാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അതൊന്നുമല്ല, ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ ഇങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോ മീനിന്റെ തല പൂച്ച എടുത്ത് 1.5 കിലോമീറ്റർ പോയപ്പോ അണ്ണൻ ആ മീൻ തല തിരിച്ചെടുത്തോണ്ട് വന്ന് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചു. ഉള്ളത് സത്യം പറയല്ലേ, മീൻ തല എടുത്തോണ്ട് ഞാനാണ് എടുത്തോണ്ട് കൊടുത്തത്. സത്യം. ആ ഒരു നന്ദി ഉണ്ട് അവർക്ക്. എന്നാടി പെട്ടെന്ന് വന്നോ? പോയി അവിടെ നില്ലെന്ന്. നീ വന്നേണ്ണ ഇങ്ങോട്ടൊന്ന് വന്നേ. കണ്ടോ, ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലും, ഇത്രയും അടുത്തുള്ള ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലും അണ്ണൻ പ്രകടിപ്പിച്ചില്ല. പക്ഷെ 1.5 കിലോമീറ്റർ അകത്ത് പോയിട്ട് അണ്ണൻ മീൻതല മേടിച്ചോണ്ട് വന്നില്ല. വേറെ കാര്യം കൂടി അണ്ണന്റെ ഉണ്ട്. അണ്ണൻ ഷാപ്പിരുന്ന് പാടുമ്പോ എനിക്ക് അതൊരുമാതിരി ഇഷ്ടം. ഒരു പാട്ടൊന്നും പാടും. നിങ്ങൾ പാടുമോ? ലഹരിയിൽ ചെറിയ രീതിയിലൊക്കെ, ചെറിയ രീതിയിൽ മദ്യത്തിന്റെ. മദ്യപിച്ചാൽ മാത്രമല്ല, മദ്യപിക്കാതെ നിങ്ങൾ പാടണം. എനിക്കത് കേൾക്കണം. അണ്ണന്റെ സ്വന്തം ഭാര്യ പറയുന്നത് പാടണം. അവളെ വായിക്കാൻ പാട്ട് ഇപ്പൊ പാടണം. പാടിയതല്ല, തലക്കറി കണ്ടപ്പോ പാടിപ്പോയതാ. പാട്. അവളെ തെളിയിക്കണം. ഞാൻ കള്ളു കുടിക്കാതെ പാടുമെന്ന് എനിക്കറിയണം. പാട്. ആട്ടുംകാട്ടാ എന്നെ ചുറ്റിപ്പറ്റി അയ്യനാര് ഒരു സൈസ് വെട്ട് കത്തി ആട പോറേ എന്നെ പറ്റി പാടുങ്കടാ വായ പൊത്തി കാട്ട വെട്ടി പൊങ്ക വെച്ചാ താലിയെ താ പൊങ്കലടാ അടിയും ഓടയും വിരുന്ന് വെച്ചാൽ വിടിയ ഇരുന്ന് വെച്ചാൽ പോക്കിരി പൊങ്കൽ. ഒരു സൈസ് പോക്കിരി പൊങ്കൽ, പ്രത്യേകതരം പോക്കിരി പൊങ്കൽ, പായസ പൊങ്കൽ, അടയിട്ട പൊങ്കൽ, പഴയിട്ട പൊങ്കൽ, അവിൽ തോനയിട്ട പൊങ്കൽ. ഒന്ന് നിർത്താമോ? തിളച്ച് വരയില്ല, അപ്പൊ അതുകൊണ്ടാണ് എങ്ങനെ തോന്നണ്ട ഈ കാര്യം? അമ്മണി അറിഞ്ഞാൽ, ലത അറിഞ്ഞാൽ, രേവതി അറിഞ്ഞാൽ, അണ്ണനൊന്ന് ചിന്തിച്ചു നോക്ക്. നാണക്കേടല്ലേ? അവരറിഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ?
എന്റെ അടുത്ത് പിണങ്ങും. അല്ല അവരൊക്കെ നമ്മൾക്ക് അറിയാവുന്നവരല്ലേടി. അപ്പൊ പെട്ടെന്ന് പിണങ്ങി കഴിഞ്ഞാൽ നിന്റെ കൂട്ടുകാരികളല്ലേടി പിണങ്ങി കഴിഞ്ഞാൽ എനിക്കത് വിഷമല്ലേടി. അതുകൊണ്ട് പറഞ്ഞുവിട് പറഞ്ഞുവിട്. സഹോദരി ഉള്ള കാര്യം ഞാൻ പറയാം. അന്ന് ഇതിന്റെ പുറത്ത് പറ്റിപ്പോയാണ്. ഒന്ന് പോയി തരാം. ഞാൻ പോകത്തില്ല. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ ഷാപ്പുകാർ പറയുമ്പോ ഞാൻ എന്തോ പറയും. കള്ളി ചെത്താൻ വരുന്നു ചോദിക്കുമ്പോൾ ഞാൻ എന്തോ പറയും. എന്റെ സ്വന്തക്കാർ പറയുമ്പോൾ ഞാൻ എന്തോ പറയും. നാട്ടുകാരെല്ലാരും മുന്നോട്ട് കൂടെ പോയി പറയുമ്പോൾ ഞാൻ എന്തോ പറയും. പോകത്തില്ല. അവരെല്ലാരും എന്റെ കമ്പനിക്കാരാണ്. വല്ലപ്പോഴും പറ്റി തരുന്ന ആൾക്കാരാണ് അവര്. ഒരു കാര്യം ഞാൻ പറയാം. ഒന്നെങ്കിൽ അവൾ ഇല്ലെങ്കിൽ ഞാൻ. ആര് വേണം? അന്നാ ഇപ്പൊ പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ പോകും. വീട്ടിൽ പോകുന്ന പറഞ്ഞാൽ പോകും. പോന്നാ നിങ്ങൾ പറഞ്ഞത്. പോന്നാ നിങ്ങൾ പറഞ്ഞത്. സംശയം ചോദിക്കാം. നിങ്ങൾ പോന്നല്ലേ എന്നോട് പറഞ്ഞത്? പോവോ നീ? എന്നെ കളഞ്ഞിട്ട് നീ പോവോ? ഉടവ തന്ന എന്നെ കളഞ്ഞിട്ട് നീ പോവോ? എന്റെ ഹൃദയം പകുതി വെച്ചിട്ട് പോവോ നീ? അതാണ് പറഞ്ഞത്. അല്ലാതെ പോത്തില്ല. പക്ഷെ എന്നെ നാണക്കേടല്ലേ എന്നെ പറഞ്ഞു വിടണ. ബോധക്കേടി പിടിച്ചോണ്ട് വന്നേന്ന് എനിക്ക് മനസ്സിലാവും. നാട്ടുകാർക്ക് മനസ്സിലാവത്തില്ല. ഞാൻ പോകത്തില്ല. കാഞ്ചനയുടെ ഞാൻ പോകത്തില്ല. പോത്തിരി എന്നെ ഞാൻ പറഞ്ഞിട്ട് കരണ്ടി ചാടും. എന്നെ പറഞ്ഞിട്ട് ഞാൻ കരണ്ടി ചാടും. അമ്മയാണ് ഞാൻ കരണ്ടി ചാടും. ഞാൻ കരണ്ടി ചാടും. നീരാടും നേരം കണ്ണുമായി കിണറ്റി ചാടി ആത്മഹത്യയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അകത്താവൂലേ? അതാ അന്തസ്. അത് ഞാൻ വഹിച്ചോളാം. ഞാൻ ഇവിടത്തെ പുരുഷൻ എന്റെ പുരു എന്നെ ചതിച്ചേ. ഞാൻ കിണറ്റി ചാടാൻ പോവേണ്ടേ. പോണം നടക്കും. കാര്യം പറയട്ടെ. ഹലോ, എത്ര കുപ്പികളേ? ആനാ സ്ഥാപിച്ചെന്ന് അടിച്ചാൽ മതി കേട്ടാ. പിടിച്ചോ. അങ്ങനെ ഞാൻ ചാടണമില്ല. നീ ജീവിക്കാൻ വേണ്ട. അങ്ങനെ അത് തുലഞ്ഞു പിടിയണ്ണ എന്നെ. ഇതിന്റെ മട്ടക്കയറാൻ പിടി. മക്കളെ ഞാൻ പറയാം. ഇല്ലില്ല, എനിക്ക് ജീവിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ ഒന്നെങ്കിൽ അവള് പിടിയണ്ണ. കാലും പോലും വയ്യ. എന്റെ കാലിച്ചോട്ടി കയറി. എന്റെ കാലിച്ചോട്ടി കയറിക്കും. ഞാൻ വീണാലും സഹായിക്കുമെന്ന് നിങ്ങള് അതായത് പറഞ്ഞുവിടുവാന്ന്. മൊത്തം വെള്ളമുണ്ടോ ഇതിനകത്ത്? എനിക്ക് അറിഞ്ഞുവിടാം. എങ്ങനെയാലും പറഞ്ഞുവിടും. കാര്യം ഞാൻ ചെയ്യാം. ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് പറയാം. അത് കണ്ടു കഴിഞ്ഞാൽ ഇവള് ഓടിച്ചാടി പോവും. അത് സത്യമായിട്ട് പോവും. അണ്ണ എന്തിനാ പോന്നത്? എടി ആക്ടിങ് ചുമ്മാടെ അഭിനയിക്കുന്നു. ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഇവള് ചാടി പൊക്കോളും. ഞാൻ ബാക്കി ഞാൻ ഏറ്റ്. നീ ഇപ്പൊ ചാടൊന്നും. അയ്യോ നീ ഒറ്റ ആത്മഹത്യ ചെയ്യാൻ പോയി. നിന്റെ പേര് ഞാൻ എഴുതി വെക്കോടി. എവിടാ? ഇവിടെ വെള്ളത്തില് വെള്ള പേപ്പറിൽ എഴുതി വെക്കൂ. നീ ഒറ്റ കാരണമാടി. നീ ഒറ്റ കാരണമാ. നീ ഒറ്റ ഞാൻ ചാടും കേട്ടാ. എനിക്ക് വയ്യ. ഞാൻ ചാടും. ആത്മഹത്യ നിന്റെ പേര് എഴുതി വെക്കും കേട്ടോ. കണ്ടോ നീ കണ്ടോ സാക്ഷി പറയാൻ വയ്യേ. എനിക്ക് എന്റെ ഷാപ്പിലെ കറിയും കാര്യവും മതി. കണ്ടോ കള്ളും കുടിച്ചിട്ട് വന്ന ഓരോ വിദ്യ കാണിക്കുന്നത്. ഇപ്പൊ ആര് സഹിക്കും ഇതൊക്കെ? എനിക്ക് വയ്യ. ഞാൻ ആരോട് പറയോ? ശ്വാസം മുട്ടുന്നുണ്ട്. ദൈവമേ എനിക്ക് വയ്യ. ഞാൻ ആരോട് പറയും? എനിക്ക് അറിയത്തില്ല. നാട്ടുകാർ വന്നാ എന്തോ ചെയ്യും. ഞാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റില്ലേ? പോയില്ലേ? പോയി. കണ്ടോ അവളെ ഇട്ടച്ച പോയത് കണ്ടോ? നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ ഇതിന്റെ? ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഷാപ്പിലോട്ട് ചെല്ലട്ടെ. അവക്കുള്ള പണി ഞാൻ കൊടുക്കണുണ്ട്. ഇനിയും നിങ്ങൾ ഷാപ്പിലോട്ട് പോകുന്നു? പിന്നെ പോയി പകരം ചോദിക്കണ്ടേ? ഇനിയും നിങ്ങൾ ഷാപ്പിലോട്ട് പോകും? നിങ്ങളെ മീനാക്ഷി, എന്തായാലും സുമി ചേച്ചിയുടെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് പാവം, ഞങ്ങൾക്കൊക്കെ പാവം തോന്നുമായിരുന്നു ചിരിക്കുന്നതിനോടൊപ്പം. എന്തായാലും നമുക്ക് നമ്മുടെ കാര്യക്കാരെടുത്ത് ചോദിക്കാം. അവര് ചിരിച്ചോ? നാസിസിക്ക ചിരിച്ചോ? ആ ആക്ഷനിലുണ്ടല്ലോ. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇതിൽ ചിരിയല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ഭാര്യമാർ
അവരെന്തുമാത്രം ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള ഒരു സാധനം സുമി എന്ത് രസമായിട്ടാണ് സുമി ചെയ്തത്. സുമി ഓരോ ക്യാരക്ടറുകൾ ചെയ്യുന്തോറും ഭയങ്കര രസമുണ്ട്. കാരണം ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടാണ് സുമി ആക്ട് ചെയ്യുന്നത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ, സത്യസന്ധമായിട്ട് പറയണേ. കാരണം ഇപ്പം ശംഭു ചെയ്ത ക്യാരക്ടറാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി ശംഭുവിൻ്റെ ക്യാരക്ടറിനോട്. കാരണം ഹസ്ബൻഡിനുണ്ടാവുന്ന ഒരു ഇൻസിഡൻറ്റിൽ സ്വന്തം ഭാര്യയെ കൂടെ ഉണ്ടാവൂ എന്നുള്ളൊരു സാധനം നിങ്ങളവിടെ വരുത്തി വെച്ച ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ശംഭു കളഞ്ഞിട്ട് പോയി അല്ലേ. പിന്നെ ദീപു ഗംഭീരം കേട്ടോ, ദീപു ഒരു രക്ഷയില്ല. കാരണം ദീപു എന്നൊരു ആർട്ടിസ്റ്റ്, ഞാൻ വ്യസന സമേത ബന്ധുമിത്രാദികൾ എന്ന സിനിമയിൽ ഇപ്പം ഞാൻ ചെയ്തൊരു പടമാണെങ്കിൽ പോലും എനിക്ക് ആ സിനിമയിൽ എന്നേക്കാളും അല്ലെങ്കിൽ അതിൽ ഏതൊരു ആക്ടറിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എനിക്ക് ദീപുവിൻ്റെ ക്യാരക്ടറായിരുന്നു. ഞാനത് എൻ്റെ ഇൻസ്റ്റയിൽ ഞാനത് കുറിക്കുകയും ചെയ്തു. കാരണം ദീപുവും അജിയും ചെയ്ത ക്യാരക്ടറാണ് എനിക്ക് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ദീപൊക്കെ ഗംഭീര ആക്ടറാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവണ് കാണല്ലേ. ഹസ്ബൻഡിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഹ്യൂമറിലുപരി ഇമോഷൻസും കൂടെ ചേർത്ത് എന്നും ഭാര്യയെ കൂടെ ഉണ്ടാകൂ എന്നുള്ള ഒരു സാധനം നിങ്ങൾ ഈ സ്കിറ്റിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഗംഭീരം, അടിപൊളി. നിങ്ങൾ 3 പേരും പൊളിച്ചടിക്കുക, എന്നാൽ മാത്രമേ ഈ സ്കിറ്റ് അടിപൊളിയാവുള്ളൂ. ഈ കണ്ടന്റ് അടിപൊളിയാണ്. കണ്ടന്റ് ആര് തന്നതാണോ അത് നിങ്ങളതാണോ? എന്താ നമ്മളെ രതീഷ് കല്ലറ, ഞാൻ നമ്മളെ രതീഷ്. ഓക്കെ, അടിപൊളി. അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ. നിങ്ങൾ 3 പേരും ഫസ്റ്റ് ടൈം അല്ലേ ഇത് ടീമാകുന്നത്? കലക്കി കേട്ടോ. നല്ല രസമുള്ള ഒരു കണ്ടന്റ്. ഷാപ്പിൽ കുടിക്കാം. ആ ഭർത്താവിനെ കുറിച്ച് എല്ലാ ധാരണകളും ഉള്ള ഒരു ഭാര്യയാണ്. കള്ളു കുടിച്ചാൽ ഇങ്ങനെ, കള്ളു കുടിക്കാതിരുന്നാൽ ഇങ്ങനെ എന്നൊക്കെ അറിയാവുന്ന ഒരു ഭാര്യയാണ്. പക്ഷേ ഈ ഒരു പ്രതീക്ഷ ഒരിക്കലും വന്നില്ല. ഷാപ്പി കറിവെപ്പുകാരിയെ വിളിച്ചോണ്ട് വന്ന് അതിന് കാവലിരിക്കുക, ഉണർന്നാളിൻ്റെ ഡീറ്റെയിൽ അറിയാവുന്നുള്ള ആ ഭാവത്തിൽ ആ ഭാര്യ പോലും ഉറക്കമുളച്ചിരുന്ന് നോക്കിയിരിക്കുകയാണ്. നല്ല ഒന്നാന്തരം കണ്ടൻറ്റ്. അത് ഇത്ര മനോഹരമായിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അതിൽ സുമിയാണ് അതിൻ്റെ ആണിക്കല്ല് കേട്ടോ. ഇതിൻ്റെ ഈ സ്കിറ്റിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് സുമിയാണ്. സുമിയെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതിൻ്റെ അകത്ത്. അതേപോലെ ദീപുവിൻ്റെ ടൈമിങ് ഒരു രക്ഷയില്ല. ദീപുവിൻ്റെ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ എന്നാലും ദീപു ചില സമയത്ത് വന്നേച്ച് ശകലം എന്തെങ്കിലും കാണിച്ചു ആ വഴിക്ക് എസ്കേപ്പ് ആയി പൊക്കളെ ഞങ്ങൾ പിടിക്കുകയും ചെയ്യും. എല്ലാ വണ്ടിക്കും കൈ കാണിക്കും അല്ലേ. പക്ഷെ ഭയങ്കര രസമായിരുന്നു ഇത് നമ്മൾ സത്യത്തിൽ അതിലേക്ക് ലയിച്ചു പോയ രീതിയിലാണ് നമ്മൾ ഇരുന്നത്. അതേപോലെ നിങ്ങൾ 3 പേരും കേട്ടോ ഈ സബ്ജക്റ്റിന് നിങ്ങൾ 3 പേരും വേറെ എന്തോ കുറേ മാനറിസങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. മനോഹരമായിട്ട് എനിക്ക് കണ്ടൻറ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഷാപ്പിൽ കുടിക്കാൻ പോയിട്ട് എന്തോ ഒരു തലക്കറി കൊടുത്തതിൻ്റെ പേരിൽ ആ സാധനം വരുന്നോന്ന് ചോദിച്ചു, ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കയറി പോരുക എന്നുള്ളത്. ഈ വിളിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെയേ ഉള്ളൂ. അടുത്ത നെക്സ്റ്റ് വണ്ടിക്ക് അവർ തിരിച്ച് പോകും. അങ്ങനെ ഒരു സാധനമൊക്കെ തരപ്പെടുത്തി അല്ല ഗംഭീരമായിട്ട് നിങ്ങളെ ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ തുടക്കവും അവസാനവും സെൻട്രൽ പോർഷനും എല്ലാം ഗംഭീരമായിരുന്നു. കാരണം ശരിക്കും ഒരു സ്കിറ്റ് തുടങ്ങുമ്പോൾ സുമിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശംഭു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദീപു ഉണ്ടെങ്കിൽ ഒരാൾ വന്നിട്ട് ആ ക്യാരക്ടർ ഒന്ന് പറയുകയും അവിടുത്തെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ വീട് കുടുംബം ആ കാര്യങ്ങളൊക്കെ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കും. പക്ഷെ ഇതിൻ്റെ തുടക്കം ഗംഭീരമായിരുന്നു. അതെ, കാരണം നിങ്ങൾ എന്താണ് ചെയ്തത് ഇവിടെ എന്താണെന്ന് ഞങ്ങൾക്ക് ക്യൂരിയോസിറ്റി വരുന്ന രീതിയിൽ. ഇനിമൊക്കെ ഇതിപ്പോൾ ടി വിയിൽ കാണുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. ഇതെന്താണ് ഇവർ ഈ പറയണത്? ഞാനാരാ? നീ നിന്റെ ഭർത്താവിന്റെ ഭാര്യ. അപ്പൊ നീ ആരാ? ഞാൻ നിന്റെ ഭർത്താവിന്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ക്ലിക്കായത്. എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു സ്റ്റാർട്ടിങ് കിടിലനായിരുന്നു കേട്ടാ. അത് പറഞ്ഞിട്ട് അവസാനം എൻ്റെ ക്ലൈമാക്സ് കിടിലോസ്കി സാധനമായിരുന്നു. ഒരിക്കലും ഭർത്താവിനെ തൊട്ടിട്ട്, കാരണം അങ്ങനെ ആയിപ്പോയി. കാരണം ഇയാൾ ഇനി പശ്ചാത്താപിച്ചിട്ട് വലിയ ആളാവട്ടെ എന്നുള്ള സംഭവം ഇങ്ങടില്ല. ഇനി ഇയാൾ നന്നാവൂല. അങ്ങോട്ട് മറിച്ചിട്ട് ഇതിലും വലിയൊരു ക്ലൈമാക്സ് ഇനി സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. ഉഗ്രനായിട്ടുണ്ട്, നല്ല കിടിലിനായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ 2 പേരും സുമിനെ പൊക്കി പറഞ്ഞ് ഒരു ഈ ഒരു സ്കിറ്റിൽ, അതായത് ഈ ഭാര്യ എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ നമ്മുടെ ശംഭുവിൻ്റെ ക്യാരക്ടറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നിന്നെ ഇഷ്ടം അല്ലാന്നും പറയാം ആണെന്നും പറയാം. ഇതറിയാൻ വേണ്ടിയാണ് ഇയാൾ വന്നാക്കണത്. എനിക്കിഷ്ടം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബോധം കെട്ടുപോയി. പിന്നെ ബോധം തെളിഞ്ഞിട്ട് വേണം. ഇയാൾക്കാണെങ്കിൽ ബോധം തെളിഞ്ഞപ്പോൾ ഇയാൾ ആരാണെന്ന് അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. നസീർക്ക് നേരത്തെ പറഞ്ഞ് നമുക്ക് എന്നും നമ്മുടെ ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ എപ്പോൾ പോകുമെന്നും അടുത്ത ബസ്സിന് പോകുമെന്നും നമുക്കറിയാമല്ലോ. അതിൻ്റെ ഏറ്റവും വലിയ സൂചന ഇപ്പോൾ കാണിച്ച് ദീപു ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളെ ടൈമിങ് ഒരു രക്ഷയില്ല. ശംഭുവൊക്കെ സ്ത്രീവേഷം കെട്ടിയിട്ട് എനിക്ക് തോന്നുന്നു വന്നു കഴിഞ്ഞാൽ ഒരു 1.5 വരവാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു 3 വരവായി
സുഖമായി പോയി 3 പേരും കേട്ടോ. കീട്ടിലും സാധനം വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് തുടക്കം മുതൽ അവസാനം വരെ അതിൻ്റെ ക്ലൈമാക്സ് ഗംഭീരം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫാമിലി അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്കിറ്റ് ആവാൻ സാധ്യത ഉണ്ട്. കാരണം ആ സുമി ചേച്ചിയുടെ ഒരു ഡയലോഗ് ഇല്ലേ അതിനകത്ത്, അതായത് നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു ക്യാരക്ടറിനോട് നമുക്കൊരു സ്പെഷ്യൽ ഇഷ്ടം തോന്നുന്നു. ആ ഒരു അത് തന്നെയല്ല, ഇദ്ദേഹം ഒരു പാട്ട് പാടുന്ന ആദ്യമായിട്ട് കേട്ടാണ് ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ സുബി, അത് ഗംഭീരം എന്നിട്ട്. കാരണം ഇദ്ദേഹം ഇങ്ങനെ പാടോ, എന്റെ ചേട്ടനോ പാടോ, ഇയാള് ലിറിക്സും കറക്റ്റ് അല്ല, താളമില്ല, പോകുന്നില്ല, എങ്കിൽ പോലും ഭാര്യക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇയാളൊരു മൂളിപ്പാട്ട് പോലും ഉറക്കത്തിൽ പോലും പാടിയിട്ടില്ല അത്ര. ആ ഒരു എക്സ്പ്രഷൻ സുമി ഗംഭീരം എന്നിട്ടാ. അപ്പൊ പാട്ടിനും കഥയ്ക്കും അഭിനയത്തിനും ചിരിക്കും എല്ലാത്തിനും കൂടെ കൂട്ടിയിട്ട് നസീർക്ക നമുക്ക് തുടങ്ങിയാലോ? മാർക്സ് ഞാനൊരു 16,000 രൂപ കൊടുക്കുക. 16,000. അസീസിക്ക? ഞാനൊരു 19. 19,000. ഓക്കെ, അപ്പൊ 37,000 രൂപയായിട്ടുണ്ട്. ഇനി നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടനാണ് ഫൈനൽ റിവീൽ ചെയ്യാൻ പോകുന്നത്. ചേട്ടാ ബാക്കി ഞാൻ അയച്ചു കഴിഞ്ഞു, ദാ പിടിച്ചോ. 80,000 രൂപ നേടിക്കൊണ്ട് സിൽവർ പച്ചടിച്ചിരിക്കുകയാണ്. Congratulations. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കോമ്പിനേഷൻ വരുന്നത് ആദ്യമായിട്ടാണ് ദീപു ചേട്ടൻ്റെ ഒപ്പം അല്ലേ? സുമി ചേച്ചിയും ശംഭു ചേട്ടൻ നേരത്തെ സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്. സുമി ചേച്ചി സന്തോഷമായില്ലേ സിൽവർ പഞ്ച്? സന്തോഷമായി. എന്നും കയറുന്നതിനെക്കാട്ടി കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്താണെന്നറിയാൻ വയ്യ. അത് പുതിയൊരു കോമ്പിനേഷൻ കാരണമാണോ? ശംഭു ചേട്ടനുമായിട്ട് ചെയ്തിട്ടുണ്ട്, ദീപു ചേട്ടനുമായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരുമിച്ച് ഫസ്റ്റ് ടൈമാണ്. പിന്നെ ദീപു ചേട്ടന് കുറച്ച് വയ്യാഴികയും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു റിഹേഴ്സൽ ചെയ്തതിനെക്കാട്ടി ഒരു പൊടിക്ക് ഇവിടെ പെർഫോം ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വയ്യാഴിക കൊണ്ടായിരിക്കും. ഐ മിസ് യു. എന്നാ പറ്റി ദീപു ചേട്ടാ? വാട്ട് ഹാപ്പൻ? എന്ത് പറ്റി? എനിക്ക് ഇടയിൽ കഴിഞ്ഞതിനൊക്കെ പനിയും കാര്യങ്ങളൊക്കെ, പനി അല്ലാതെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഓക്കെയാണ്. സന്തോഷമായില്ലേ സിൽവർ അടിച്ചിട്ട്? പിന്നെ ഓക്കെ, സന്തോഷം. അപ്പൊ ഈ ഒരു കോംബോ ഇനിയും വരണം. സിൽവർ അടിക്കണം, ഗോൾഡ് അടിക്കണം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ ഒരു ഫ്ലോർ നമുക്ക് കുറച്ചു നേരം നമ്മുടെ നാട്ടിലെ കോമഡിക്കാർക്ക് വിട്ടുകൊടുത്താലോ? അവര് വരുമ്പോ ഒരു പ്രത്യേക ഒരു എനർജിയാണ് നമുക്ക് തോന്നുന്നല്ലേ, എന്താണോ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. അതെ, സാധാരണക്കാരുടെ ഇടയിലുള്ള കഴിവ് നമ്മൾ കാണാൻ പോകുന്ന സമയമാണ്. ആൻഡ് അത് കാണിക്കാനായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു സ്മിത ചേച്ചി, ശശികല ചേച്ചി ആൻഡ് സീന ചേച്ചി. ഇതൈറ്റം വേറെ. എന്റെ പൊന്നു ദൈവമേ, നേരം വെളുത്തോട്ട് തുടങ്ങിയ ജോലിയാന്നേ. നേരം ഇത്രയായിട്ട് എനിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റിയിട്ടില്ല. ആരുണ്ട് ഒരു കൈ സഹായത്തിന്? ഒരമ്മായിയമ്മയുണ്ട്. എന്തെങ്കിലും ഒരു ജോലി എന്ന് പറഞ്ഞാൽ അപ്പ പറയും എന്റെ കൈക്ക് വേദനയാ, കാലിന് വേദനയാ, നടുവിന് വേദനയാ. അല്ല, ആ ബ്രോക്കറെ പറഞ്ഞാ മതി. എടി ബാലാമണിയേ, ഇതുപോലൊരമ്മായിയമ്മ നിനക്ക് വേറെ കിട്ടത്തില്ലെന്ന്. ചേച്ചേ, അപ്പറഞ്ഞത് ശരിയാ, ഇതുപോലൊരമ്മായിയമ്മ ആർക്കും കിട്ടത്തില്ല. അയ്യോ എന്റെ പൊന്നോ. അയ്യോ, വരുന്നുണ്ട്. അടുത്ത പണി എനിക്ക് തരാൻ വരുവാ. എന്റെ ദൈവമേ. ഈ കിടക്കുന്ന മാറാലയൊക്കെ കണ്ടോടി? ഇല്ല, ഈ ചൂല് പിടിച്ചങ്ങോട്ട് തൂത്തേത്. എന്റെ അമ്മ, ഈ മേളിൽ കാണുന്ന മാറാലയൊക്കെ തൂക്കാൻ ഞാൻ എന്തുവാ, സ്പൈഡർമാനോ? എന്റെ കൈ വയ്യാത്തതല്ലയോ? അല്ല, ഞാനിതെല്ലാം അടിച്ചു മാറത്തില്ലയോ? അമ്മയുടെ മോടെ വീട്ടിൽ പോകുമ്പോ അമ്മക്ക് ഈ വേദനയൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ കൂട്ടാണോ അവിടെ? ഞാൻ അങ്ങോട്ട് ചെന്ന് കാലെടുത്ത് വെച്ചാ തുറക്കുന്നത് ഗേറ്റ്. ഇവിടെ തൊട്ടാൽ ചൂടുവെള്ളം, ഇവിടെ ഒരു സ്വിച്ച് ഇട്ടാ പച്ചവെള്ളം. ഇവിടെ ഞാൻ എത്ര ഒച്ചയിട്ടാ നീ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുന്നത്? പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കി നിന്ന തന്നെത്താൻ കത്തുന്നു തീയെ. അതിപ്പോ അവിടെ തന്നെ ചെല്ലണമെന്നില്ല അമ്മ. ഇവിടെ എവിടെ ചെന്നാലും അങ്ങ് തീ കത്തുവല്ലോ. എന്നെ തീ തീറ്റിക്കാൻ നീ ഒരുത്തിയും. നേരെ അങ്ങ് പോയി. ഉച്ചയായി വിശക്കുന്നു. അടാ, മീനൊന്ന് പോയി വെട്ടിക്ക് ചെന്നങ്ങോട്ട്. എന്റെ അമ്മയ്ക്ക് ആ മീനെങ്കിലും ഒന്ന് വെട്ടിക്കൂടായോ? എടീ, മീൻ ചട്ടി കാണുമ്പോ എന്റെ കൈ വിറയ്ക്കുമെന്ന് നിനക്കറിയത്തില്ലയോ? അല്ല, നിങ്ങൾക്ക് മീൻ ചട്ടി കാണുമ്പോഴല്ല വിറയ്ക്കുന്നേ, മീൻകറി കാണുമ്പോഴാ വിറയ്ക്കുന്നേ. എനിക്കാണെങ്കിലോ മീൻ കണ്ടാ എനിക്ക് അപ്പ ഛർദിക്കണം. എടി, എനിക്കും ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ ആ മീൻ അങ്ങോട്ട് വറുത്ത് വെക്കാമെങ്കിൽ അത് മുച്ചൂടെ അങ്ങ് തീർക്കുമല്ലോ. നിനക്കറിയാവോ, മുത്തശ്ശി നന്നായെങ്കില് കൊച്ചുമോൻ നന്നാകത്തുള്ളു. ആ, എനിക്കൊന്നും അറിയത്തില്ല. ആ, നിനക്കെങ്ങനെ അറിയാനാ?
ഈ ഫേസ്ബുക്കോ വാട്സപ്പോ വല്ലോ നീ നോക്കുന്നുണ്ടോ? നിനക്ക് നേരം ഉണ്ടോ? നീ ഇവിടെ കിടന്ന് ചൊറഞ്ഞ മാന്തി അങ്ങ് നിൽക്കുവല്ലയോ? ഓ, വെളിയിൽ പോയി രണ്ടു തൊട്ട് വെള്ളം ഒന്ന് കോരിക്കേ ചെല്ല്. എന്റെ അമ്മ ഇവിടെ മോട്ടർ ഇല്ലയോ? ആ, മോട്ടർ ഉണ്ട്. സ്വിച്ച് ഇട്ടാ വെള്ളം വരും. ഇതിന്റെ കറണ്ട് ചാർജ് ആര് കൊടുക്കും? എന്റെ ചെറുക്കൻ വല്ലയിടത്തും കിടന്ന് കഷ്ടപ്പെടുവാ. ഇതെല്ലാം കിട്ടുന്നത് കാശ് മൊത്തം ഇവളങ്ങ് തീർക്കുവാ ഇവള്. എന്റെ ദൈവമേ, ഈ തള്ളയെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റ്. അല്ല, ആശക്കുട്ടിയല്ലേ അത്? ആഴ്ചച്ചിട്ടിയോ? ആഴ്ചച്ചിട്ടിയാണോ? ആശക്കുട്ടി. ആ, ആശക്കുട്ടിയല്ല, ആശാവർക്കറാ. സർക്കാർ 3000 രൂപ കൂട്ടി തന്നതിന്റെ തിളക്കം ഉണ്ട് ഈ മുഖത്ത്. ആ 3000 അങ്ങ് പോയി. അതെങ്ങനെയാ 3000 പോയത്? കിട്ടിയ പാടെ ബ്യൂട്ടി പാർലറിലേക്ക് ഒന്ന് ഫേഷ്യൽ ചെയ്തു. ആ, പക്ഷെ തിളക്കമുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ കുറച്ച് സുന്ദരിയായില്ലയോ? സുന്ദരിയായിരിക്കുന്നു. എനിക്ക് വയ്യ. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? സുഖാണോ മോളെ? ഒട്ടും സുഖമില്ല. ഇവിടെ വേദന, കാല് വേദന, ആകെ മൊത്തം ഒരു തരിപ്പാങ്ങ്. ഓ, ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കങ്ങ് തരിച്ചു കയറുവാ. അമ്മച്ചിയോടല്ലെന്നേ, ഞാൻ കുഞ്ഞിനോടും അമ്മയോടും കൂടെ അങ്ങ് ചോദിച്ചേ. എടികോ കുഞ്ഞെ, നീ വരുമ്പോ എന്തോ എവക്ക് ഈ പൊതിഞ്ഞു കെട്ടി കൊടുത്തേച്ച് പോന്നേ? അത് ഗർഭിണികൾക്കുള്ള വിറ്റാമിൻ ഗുളിക. ഞാനും 5 പറ്റതാ. ഒരു ഗുളിക ആരും എനിക്ക് ഇന്ന് വരെ തന്നിട്ടില്ല. ഞാൻ പാടത്ത് പണിയും കഴിഞ്ഞ് വന്നാ ദേണ്ട എവിടെ കെട്ടിയവനെ പെറ്റത്. ഇപ്പൊ ഗുളിക കൊണ്ട് ആറാട്ടല്ലയോ അങ്ങ്. അയ്യോ, ഇത് പറയല്ലേ. ഈ ഡയലോഗ് കേട്ട് കേട്ടങ്ങ് മടുത്ത്. എല്ലാ അമ്മമാരും പറയുന്ന ഒരു ഡയലോഗാ. പാടത്ത് പറ്റ്, നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോ പറ്റ്, അരി ഇടിച്ചപ്പോ പറ്റ്. അമ്മയ്ക്ക് ഈ മാസം തികഞ്ഞാന്ന് അറിയത്തില്ലായിരുന്നോ? അമ്മ ഈ പാടത്ത് പോകുന്ന നേരത്തെ ആശുപത്രിയിൽ എങ്ങനെ പോയാ അവിടെ കിടന്ന് പറ്റൂടായിരുന്നോ? നീ ഇവിടെ കിന്നാരം പറഞ്ഞു വെക്കാൻ നീ കണ്ട അകത്തോട്ട് പോയി വേണ്ടേ കൊച്ചു വന്ന് നിൽക്കുന്നുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണ്ടായോ? പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വന്നേ. എന്റെ ആശ മോളെ, ഇവിടെ ദിവസവും അങ്ങ് വഴക്ക. 1 2 പറഞ്ഞാ തെറിവിളിയാ. ആര്? അവളാ? അല്ല, ഞാന്. വേണ്ട അമ്മച്ചി, നീ കണ്ട അമ്മച്ചി അങ്ങ് കോലം കെട്ട്. അമ്മച്ചിക്കൊന്ന് സുന്ദരിയാവണം. ഓ, എന്റെ പൊന്നമ്മച്ചി, അതിനു മുമ്പ് അവള് വെള്ളമെടുക്കാൻ പോയൊന്നുമില്ല. താഴെ നിൽക്കുന്ന നിങ്ങളുടെ നീ പോയിച്ചിട്ട് വെള്ളം എടുത്തോണ്ട് വാ കൊച്ചേ. എന്റെ കുഞ്ഞ് വേണ്ട ഈ സ്റ്റീം ബാത്തൊന്നും പറഞ്ഞ ഒരെണ്ണം ഉണ്ടല്ലോ, ഈ കേറ്റി നിർത്തി ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നേ. ഈ പ്രായത്തിലോ? അത് സ്റ്റീം ബാത്ത്. അമ്മച്ചിയെ കൊണ്ട് കൂട്ടിയാലൊന്നും അത് കൂടത്തില്ല. എന്നാ റേറ്റ് അതിനൊക്കെ ഇപ്പം? എന്നാ പോട്ടെ, ഞാൻ വല്ല ഇഡ്ലി പാത്രം എടുത്ത് വെച്ച് അങ്ങ് ആവി പിടിച്ചോളാം. തൽക്കാലം അതാ നല്ലത്. എന്റെ കുഞ്ഞെ, എന്റെ ശരീരം മൊത്തം അങ്ങ് വേദനയാ. എവളോട് ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നറിയാവോ എന്നെ ആ എണ്ണത്തോണി കൊണ്ടുവന്നിടന്ന്. എണ്ണയ്ക്ക് അതിന് അമ്മച്ചി എന്നാ വിളക്ക് തിരിയാണ്? ഇത് തൊട്ടേനെ പിടിച്ചാൻ എല്ലാം അമ്മച്ചിക്ക് ആഗ്രഹങ്ങളും ആശകളും മാത്രമാണല്ലോ. ജ്യൂസ് എടുക്കാൻ പോയവൾ ഇന്നെങ്ങാനും വരുവോ? എങ്ങനെ? ഇതാ ഞാൻ പറഞ്ഞ ഒരു അനുസരണമില്ല. അവൻ വന്നാലും ഇത് തന്നെ. വേണ്ട, ഞാൻ ഈ ഇവിടെ ഇരിക്കുന്നല്ലോ. വരുന്നുണ്ട്. ആഹാ, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ കുട്ടിട്ടുണ്ടോ മോളെ നിനക്ക്? ഇത് അവക്കല്ല, ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനമാ. ഇത് അപ്പടി വിഷമാ. നിനക്ക് കുടിക്കാം. ഇത് കുടിക്കുന്നോണ്ട് അമ്മച്ചിക്ക് വിഷമൊന്നും ഏക്കത്തില്ലേ? ഇവർക്ക് കാളകൂടെ വിഷം കൊടുത്താലും 4 കാലങ്ങ് ആടി ഇന്നിട്ടോളും. ഞാനിത് കുടിക്കാൻ അങ്ങ് പോട്ടെ. എനിക്ക് എവിടെ നോക്കട്ടെ? എവിടെ തന്നെയാണോ ഈ കൊച്ചിനെ എനിക്ക് നോക്കണ്ടായോ? എന്നാണേലും അമ്മച്ചിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാ. നീ കുടിച്ചാ മതിയേ. എടി കൊച്ചെ, ഈ അമ്മച്ചി മുമ്പേ എന്നോട് പറഞ്ഞു നീ ഈ വീട്ടിൽ ഒരു പണിയും ചെയ്തില്ല, ചുമ്മാ ചറിഞ്ഞും പറഞ്ഞു അങ്ങോട്ട് ഇരിക്കുവാന്ന്. അതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും എടി, നീ ഈ ആദ്യത്തെ ഗർഭിണിയല്ലേ? എടി കൊച്ചെ, ഇതിലൂടെയൊക്കെ നടന്നു എടുത്തുമൊക്കെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യണം. എല്ലാം അമ്മച്ചിനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പറ്റും. അമ്മച്ചിക്ക് വയസ്സായി. എന്റെ മോന്റെ ചേച്ചി, ഇവിടെ ആരായി ഈ ജോലിയൊക്കെ ചെയ്യുന്നേ? ഞാനിവിടെ നടക്കുമല്ല, എന്റെ പുറകിന് നടന്ന് ഇവരെന്നെ ഓടിക്കുക. ഈ ഓട്ടം കാണാൻ ഞാൻ ഒളിമ്പിക്സിൽ പോയായിരുന്ന മെഡലും കൊണ്ട് ഇവിടെ വരത്തുള്ളായിരുന്നു. എന്റെ അമ്മേ, ഈ ഗർഭം കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല രക്ഷകള്, അതിനു മുമ്പ് അവക്ക് കുറച്ച് രക്ഷകളൊക്കെ അങ്ങോട്ട് ചെയ്യണം. കുഞ്ഞാവേ ഉള്ളതല്ലേ. കൊച്ചേ, എനിക്കതൊക്കെ അറിയാം. ചൂടുവെള്ളത്തിലല്ലയോ കുളിക്കുന്നത്? ആര് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത്? അമ്മയല്ലേ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത്? ഈ കണ്ട പച്ചരയെല്ലാം പറിച്ചിട്ട് തിളപ്പിച്ച ആ വെള്ളത്തിനകത്ത് ഒരു 2 ബക്കറ്റ് വെള്ളം ഞാനെടുത്ത് എന്റെ മേത്തൊന്നൊഴിക്കും. അത്രേ ഉള്ളു. എന്റെ പൊന്നി ചേച്ചി, ആകെ 2 ബക്കറ്റ് വെള്ളമാ ചൂടാക്കുന്നേ. നിങ്ങളിങ്ങനെ നോക്കി ഞാൻ മഴ പെയ്യുന്ന കണ്ടില്ലേ? അമ്മച്ചി പോയി ആ തുണിയെല്ലാം കൂടെ മടക്കി അങ്ങ് വെക്ക്. എന്റെ കുഞ്ഞെ, എടി ചെല്ലടി,
ആ ഓടിപ്പോയി ആ തുണി മടക്കി ആലമാരിലോട്ടൊന്ന് വെച്ച് ചെല്ലെളുപ്പം ചെല്ല്. അമ്മച്ചി വെറുതെ ഇരുന്ന് തിന്നു എടുക്കുകയൊക്കെ ചെയ്യാതെ എന്റെ പൊന്നമ്മച്ചി ആ തുണിയെങ്കിലും മടക്കി വെക്കത്തില്ലേ? എന്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് കുഞ്ഞു നിന്ന് ഒരു തുണി എടുക്കാനോ ഒന്ന് പിഴിയാനോ ഒന്ന് വിരിക്കാനോ എന്റെ കൈ വയ്യ. കിടുകിട കിടന്നങ്ങ് വിറയ്ക്കുമല്ലയോ. അയ്യോ എന്റെ പൊന്നി ചേച്ചി, ഈ പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ. ഇവർക്ക് പോയിരുന്ന് മൊബൈലിൽ തോണ്ടാനും ഫുഡ് കഴിക്കുമ്പോഴും യാതൊരു വിറയിലുമില്ല. ഇതൊക്കെ ചുമ്മാതാ, വീട്ടിൽ അടവാ, എന്നെ കൊണ്ടുള്ള ജോലിയെല്ലാം ചെയ്യിപ്പിക്കാന്. ഇതൊക്കെ നീ പറയുന്നതുള്ളതാണോ അത് അമ്മച്ചി ഓ പറയുന്നതാണോ? ഇതൊക്കെ സത്യം തന്നെ. ചേച്ചി ഒന്ന് നോക്കിയേ. അയ്യോ എന്നെ കൂടെ നോക്കിയങ്ങ കൊല്ലുന്നതായിട്ട് നോക്കുന്നു. ചേച്ചിക്ക് അറിയാവോ, ഇവർക്ക് ഈയിടെ ഞാനേ നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞ് അതിനകത്ത് ശകലം ഉപ്പിട്ട് കൊടുത്തതിന് ഇവരെന്നോട് പറയോ അവരെ കൊല്ലം കൊടുത്തതാന്ന്. നാരങ്ങ വെള്ളത്തിനകത്ത് ഉപ്പിടാതെ പിന്നെ ഒപ്പിട്ട് അങ്ങോട്ട് തരുമോ? കുഞ്ഞെ, എനിക്ക് BP ഉള്ളതല്ലയോ. അമ്മയ്ക്ക് BP വേണ്ട, വീടിന്റെ വാതൊക്കെ ചെന്നിരുന്ന് അങ്ങോട്ട് ഊത്. എനിക്ക് BP ഉള്ളത്. അയ്യോ നീ ഒരു കാര്യം ചെയ്യ, നീ രക്ഷപ്പെടണമെങ്കിൽ നീ എന്റെ കൂടെ നിക്കണം. പറഞ്ഞ വാക്ക് പാലിക്കണേ, കൂടെ നിക്കണേ, ഇല്ലേ ഞാൻ അങ്ങോട്ട് വിടും. വരാൻ ചേച്ചി. അമ്മച്ചിയേ, അമ്മച്ചി ഇങ്ങോട്ട് വന്നേ. ശരിക്കും അമ്മച്ചിക്ക് ഈ പറയുന്ന വേദനയും വിഷമവും ഒക്കെ ഉണ്ടോ? അതെന്താ കൊച്ചേ നീ അങ്ങനെ ഒരു ചോദ്യം? അല്ല ചില കാര്യം, ഞാൻ ഈ ആശാ വർക്കറാണല്ലോ, എനിക്ക് എല്ലാ കാര്യമൊക്കെ നോക്കിയാൽ അറിയാവേ. അമ്മച്ചിയുടെ കൈ പൊക്കുമ്പം വേദനയുണ്ടോ? അയ്യോ വിട്ട് വിട്ട് കഴിഞ്ഞു വിട്ടോ, വിട്ടാലും അങ്ങ് വേദനയാ. കാലിന്റെ മുട്ടിനോ? കാലിന്റെ മുട്ടിന് മൊത്തം തേയ്മാനമാ. അപ്പൊ തലവേദനയും തലകറക്കവും ഇല്ലായിരിക്കും. ഒരു ചെവിട്ടടി വെക്കുമ്പോഴാണ് ഇങ്ങനെ വട്ടമങ്ങ് കറങ്ങി അങ്ങ് പോകുമോ അമ്മച്ചി. അയ്യോ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അമ്മച്ചിക്കുണ്ടോ? ഉണ്ട്. അയ്യോ ഇതൊക്കെ തന്നെയായിരുന്നു എന്റെ അമ്മായിമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. 4 ദിവസം ഭയങ്കര വേദനയായിരുന്നു. 5-ാം ദിവസം പിന്നെ അങ്ങ് പോയി. എന്തോ വേദനയോ? അല്ല അമ്മായിമ്മ അങ്ങോട്ട് പോയെന്ന്. അറിയിക്കേണ്ടവരൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് അറിയിച്ചോ. ഏറിയ 3-4 ദിവസം അങ്ങോട്ട് കാണും, അത്രേ ഉള്ളൂ. എന്റെ പൊന്നമ്മച്ചി, എനിക്ക് വയ്യ. ചേട്ടൻ പോലും ഇവിടെ ഇല്ല ചേച്ചി. അയ്യോ ലീവ് കിട്ടുമോടി? അറിയത്തില്ല, ഇപ്പൊ വന്നേച്ച് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഈ ലക്ഷണങ്ങൾ കണ്ടാ 3 ദിവസം ഉള്ളു. ഇന്നിപ്പോ തിങ്കൾ ചൊവ്വ ബുധൻ 3 കഴിഞ്ഞ് 4-ന്റെ അന്ന് അമ്മച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമോ. പിന്നെ ഗൾഫിൽ കിടക്കുന്നവനല്ലേ, 4, 5 കഴിഞ്ഞ അവൻ ശനിയാഴ്ച വൈകിട്ട് ഇങ്ങോട്ട് വരും. എന്നാ നമുക്ക് ഞായറാഴ്ച അങ്ങോട്ട് അടക്ക് വെച്ചാലോ? എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. അയ്യോ ഞായറാഴ്ച വെക്കാൻ പറ്റുമോ? അതെന്താ എനിക്ക് ആശാ മീറ്റിംഗ് പറഞ്ഞേക്കുന്നത്. എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ബിരിയാണി ഉള്ളതാണ്. ഒരു കാര്യം ചെയ്യാം, അവസാനമായിട്ട് നമുക്ക് തിങ്കളാഴ്ച ഒരു 10 മണിയോട് കൂടി അമ്മച്ചിയുടെ അടക്കം അങ്ങോട്ട് വെക്കാം. അതാവുമ്പം ശനിയാഴ്ച വന്ന് അവന് ഞായറാഴ്ച നീയുമായിട്ട് ഇത്തിരി വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇരിക്കുകയും ചെയ്യാം. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ചേച്ചി ഫ്രീസറിൽ വെക്കേണ്ടി വരത്തില്ലയോ? അമ്മച്ചിയെ ഫ്രീസറിൽ വെക്കല്ലേ. അമ്മച്ചിക്ക് മാതമുണ്ട്. എന്റെ പൊന്നു ചേച്ചി, ഫ്ലെക്സ് അടിക്കണ്ടായോ? പിന്നെ സുധാകരൻ ഗൾഫിൽ കിടന്നുണ്ടാക്കുന്നതല്ലേ, അവൻ ഓർക്കത്തില്ലേ? 10 ഈ ആശാവർക്കർ ഇവിടെ ഉണ്ടായിട്ട് 10 ഫ്ലെക്സ് വെച്ചില്ലെന്ന് ഓർക്കത്തില്ല. വെക്കൂടി, ചേച്ചിയുടെ ചെലവിൽ വെക്കും. അല്ല പൈസ നീ തരണേ. എന്റെ പൊന്നു ചേച്ചി, ഫ്ലെക്സ് വെക്കുവാണേ താഴെ കുറച്ച് പൂക്കൾ ഇവിടെ വെക്കണേ. അത് വെക്കും, അത് വെക്കും. അതിനകത്ത് മുല്ലപ്പൂ വെക്കല്ലേ. അതെന്നാ? മുല്ലപ്പൂവിന്റെ മണം കേട്ട അമ്മച്ചിക്ക് അലർജി ആടി. ചത്ത് കിടക്കുമ്പോഴും അലർജി ഒക്കെ ഉണ്ടോ അമ്മച്ചി? എനിക്ക് അമ്മച്ചി ഒരു കാര്യം ചോദിക്കട്ടെ. ജീവിക്കാനുള്ള ആശ കൊണ്ട് ചോദിക്കുവാ, ഇതിന് വല്ല മരുന്നുണ്ടോ? മരുന്നൊക്കെ ഉണ്ട്, പക്ഷെ അമ്മച്ചി ഞാൻ പറയുന്ന പോലെയൊക്കെ കേക്കുവോ? കേക്കും. നേരാണോ? നേരാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്. നാളെ മുതൽ അവൾ ഇന്ന് വരെ ചെയ്തിരുന്ന എല്ലാ പണിയും അമ്മച്ചി അങ്ങോട്ട് ചെയ്യണം. രാവിലെ കാപ്പി എണ്ണം, കഞ്ഞി എണ്ണം, മീൻ വെട്ടണം, മാറാല തൂക്കണം, എല്ലാം ചെയ്യണം. എല്ലാം അമ്മച്ചി ചെയ്യും. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ ഇങ്ങനെയൊക്കെ കുറച്ചു കാലം കൂടെ അങ്ങ് പോകുമായിരിക്കും. എല്ലാം ഞാൻ ചെയ്യും എന്റെ പൊന്നു മോളെ. വേണ്ട, നീയേ എന്നെ പേടിപ്പിക്കാനായി ഇത് പറഞ്ഞെങ്കിലും ഇതെന്റെ ഒരു പുനർജന്മമാ. ഞാൻ അടങ്ങി ഒതുങ്ങി ഈ പണികളെല്ലാം ചെയ്ത് എന്റെ മരുമോളെ നോക്കി ഞാൻ സുഖമായിട്ട് ഇവിടെ ഇരുന്നോളാമേ. ഉറപ്പ്. അപ്പൊ നമ്മുടെ കാര്യക്കാർക്ക് വേണ്ടിട്ട് ഞാൻ പറയാം, ഇത് സ്മിത ചേച്ചി, ശശികല ചേച്ചി, ആൻഡ് അപ്പുറത്ത് നിൽക്കുന്നത് സീന ചേച്ചി. അടിപൊളി അടിപൊളി. അപ്പൊ അങ്ങനെ നമ്മുടെ ഫ്ലോറിലെ ആദ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് അറിയാം, ഇതാ നല്ല ഒരു മുട്ട് കൂട്ടിയെടുക്കുന്ന എനിക്ക് കേൾക്കാം. ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. ടെൻഷൻ ഒന്നും അടിക്കണം കേട്ടോ, ഒരു പാവങ്ങളാ. നമുക്ക് ആദ്യം നസറൊക്കെ എടുത്ത് ചോദിക്കാം.
അപ്പം 3 പേർക്കും ഇത് ഐറ്റം കുടുംബത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. എവിടെയൊക്കെയാണ് വീട്? എന്റെ വീട് ഹരിപ്പാടായ എന്റെ ജന്മസ്ഥലം. പേര് സ്മിത അല്ലേ? സ്മിത. സ്മിത. പിന്നെ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വള്ളികുന്നം ഓച്ചിറക്കി കിഴക്ക്. ഓച്ചിറക്കി കിഴക്ക്. എന്താണ് പണി? ഞാൻ കുടുംബശ്രീയുടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡോ? ഹസ്ബൻഡ് ഇവിടെ ഇല്ല, സൗദിയില്ല. മക്കൾ എത്ര പേരാ? 2 പേര്, അഹല്യ, ആർച്ച. എന്ത് ചെയ്യണ? മോള് ബികോം ഇപ്പൊ പാസ്സായി. ഇളയാള് 10ാം ക്ലാസ്സിലായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് ആയതേ ഉള്ളൂ. അമ്മ ഒരു സെലിബ്രിറ്റി ആയല്ലോ. മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഉദ്ഘാടനത്തിന് പോകാം 3 പേർക്കും. രണ്ടാമത്തെ ആളുടെ പേര്? എന്റെ പേര് ശശികല. ശശികല. സ്ഥലം വെട്ടിയാറ്. ശശികല വെട്ടിയാർ. എന്ത് ചെയ്യുന്നു? വെട്ടിയാർ. ഞാന് കുടുംബശ്രീ തൊഴിലുറപ്പിന് പോകുന്നു. ഹസ്ബൻഡ് മരിച്ചുപോയി. മക്കൾ എത്ര പേരാ? മക്കൾ 2 പേരുണ്ട്. 2 പേര്. പേരെന്താ അവരുടെ? മോന്റെ പേര് വിഷ്ണു, മോടെ പേര് ശ്രുതി. എന്ത് ചെയ്യുന്നു? മോൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുക, മോള് ദുബായിലാ. ഓ, അടുത്തയാള്? എന്റെ പേര് സീന എന്നാണ്. സ്ഥലം കോട്ടയം ജില്ലയിലെ പാലായാണ്. എനിക്ക് ഹസ്ബൻഡ് 3 മക്കളുണ്ട്. എന്റെ സ്വന്തം സ്ഥലം പാല അടുത്ത് തന്നെ കാഞ്ഞിരമറ്റമാണ്. കല്യാണം കഴിച്ചേക്കുന്ന വലവൂരാണ്. ഹസ്ബൻഡിന്റെ പേര് ആദ്യം പറയാം. ഉണ്ണി എന്നാണ് പേര്. വണ്ടി ഓടിക്കുവാണ്. എന്തുവണ്ടി? പിക്കപ്പ് ഉണ്ട് നമുക്ക്. സ്വന്തമായിട്ട് തടിപ്പരിപാടിയൊക്കെയാണ്. പിന്നെ മൂത്തയാളുടെ പേര് ജയ്മോൻ. +2 കഴിഞ്ഞ് ഇനിയിപ്പോൾ നേഴ്സിങ്ങിന് കയറുന്നു. രണ്ടാമത്തെ ആള് അജയ് ഉണ്ണി. അവന് 7ാം ക്ലാസ്സിലാണ്. മൂന്നാമത്തെ ആള് അജയ്ന ഉണ്ണി 6ലേക്ക്. അജയ് അല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും ആദ്യം വന്ന ദിവസം തന്നെ നിങ്ങളെ തകർത്തു 3 പേരും. നല്ല സ്ക്രിപ്റ്റാണ് നിങ്ങൾക്ക് കിട്ടിയത്, കൈനീട്ടം കിട്ടിയത്. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ, ഇങ്ങനെയാണോ ഒരു അമ്മായിയമ്മ? നിങ്ങൾക്ക് അമ്മായിയമ്മമാരെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? എനിക്കങ്ങനെ. മീനാക്ഷി അല്ല, ഇവര് 3 പേരോടാ? ഇല്ല, അമ്മായിമ്മമാര് നല്ല സ്നേഹമുള്ളവരാ. എന്റെ അമ്മായിമ്മ അതാണല്ലോ 2 പിള്ളേരെ 3 പിള്ളേരെ ഇട്ട് എത്ര ദിവസമായി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ഒരു കുഴപ്പമില്ലാതെ നോക്കുന്നേ. 7-8 വർഷം കഴിഞ്ഞാൽ ഞാനും ഒരു അമ്മായിമ്മ ആകേണ്ടതല്ലേ? പിന്നെ തീർച്ചയായിട്ടും നേഴ്സിങ്ങിനായി. അല്ല, ആ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ നല്ലതാണ്. ഈ എന്നെ കണ്ട പ്രായം കുറവാന്നേ ഉള്ളൂ. എനിക്ക് പ്രായം ഇല്ല, പക്ഷെ കണ്ട പ്രായം ശിശു അങ്ങനെയൊക്കെ പറയാം. അപ്പൊ എന്തായാലും ആദ്യത്തെ വരവ് നിങ്ങൾ നന്നായി നല്ല രീതിയിൽ നിങ്ങൾ വന്ന് ചെയ്തു. കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇത് ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ ആദ്യം വരുമ്പോൾ ഒരുപാട് പോരായ്മകളൊക്കെ ചിലതൊക്കെ സംഭവിക്കാം, സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. അതൊക്കെ നമുക്കിനി മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മുടെ ഗ്രൂമേഴ്സും ഡയറക്ടറും ഒക്കെ പറഞ്ഞു തന്നു. അതെല്ലാം മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഐറ്റം വേറെയിലെ ഒരു പടയാവും. അതെ അതെ, കാര്യം നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു വിറവൽ, ഒരു പേടി എല്ലാം ഉണ്ട് നിങ്ങൾക്കിപ്പം. അതെല്ലാം മാറിക്കോളും പതുക്കെ. ഒരിക്കലും ഒരു അമ്മായിമ്മമാരും ഇങ്ങനെയല്ല കേട്ടോ. അവരൊക്കെ പാവങ്ങളാണ്, എല്ലാവരും പാവങ്ങളാണ്. അപ്പം എല്ലാ അമ്മായിമാർക്കും ഞങ്ങളുടെ ഹായ് കേട്ടോ. അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും ഗംഭീരമായിട്ട് വീണ്ടും കാണാം അല്ലേ? ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാത്തത്. ആദ്യം സ്വാഗതം ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും വരാനുള്ള പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ നിർത്തിയത് കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെയൊക്കെ വ്യത്യസ്തമായിട്ട് സംസാരിക്കാം. മീനാക്ഷി, നമ്മളിത് ഐറ്റം വേറെ ഓഡിഷൻ കോഴിക്കോട് വെച്ച സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ കോമഡിക്കാർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയത് കുടുംബശ്രീയിലെ നമ്മുടെ ചേച്ചിമാരാണ്. അതായത് തൊഴിലുറപ്പ് നമ്മളെ ചേച്ചിമാരായിരുന്നു. ഇഷ്ടം പോലെ പേര്, അതായത് ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ആൾക്കാരെല്ലാം അവരായിരുന്നു. അപ്പൊ ഈ സ്കിറ്റ് നമ്മൾ അവർക്കായി ഈ തൊഴിലുറപ്പിലെയും കുടുംബശ്രീയിലെ ചേച്ചിമാർക്ക് വേണ്ടി നമ്മൾ അത് കേരളത്തിലെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഏറ്റവും കൂടുതൽ കലാഹൃദയമുള്ളത് എവിടെയാണ്? നമ്മുടെ കുടുംബശ്രീ തൊഴിലുറപ്പ് ചേച്ചിമാരുടെ ഉള്ളിലായിരിക്കും. അപ്പൊ അത്രയും കൂടുതൽ കലാഹൃദയം ഉള്ളത് കാരണം അവിടെ റിഹേഴ്സലായിരിക്കും. പക്ഷെ ഇനി ആ സ്കിറ്റിനെ കുറിച്ച് പറയാം. സ്മിത ചേച്ചി ഗംഭീര ആർട്ടിസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു രക്ഷയിലായിരുന്നു. കാരണം നിങ്ങളുടെ ഓരോ കൗണ്ടറിൻ്റെ വേരിയേഷൻ, അതായത് കൗണ്ടർ അടിച്ചിടുന്ന ആ സ്ഥലം എന്ന് പറഞ്ഞാൽ അതങ്ങനെ എല്ലാവർക്കും പറ്റുന്ന. നിങ്ങൾ മുമ്പ് എന്തെങ്കിലും പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല സ്റ്റേജിലോ അങ്ങനെ മുമ്പോ അങ്ങനെ എന്തെങ്കിലും കുട്ടിക്കാലത്തോ അങ്ങനെ എന്തെങ്കിലും പരിപാടി? ഇല്ല. ഇത് ബോണാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ജന്മനാ കിട്ടുന്ന ഒരു കഴിവെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതാണ് നിങ്ങൾക്ക് സ്മിത ചേച്ചി കിട്ടിയിരിക്കുന്നത്. കാരണം നിങ്ങൾ അടിച്ചിടുന്ന ആ കൗണ്ടർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ അടിച്ചിടുന്നത്. അത് നമുക്ക് അറിയാൻ പറ്റും. ചെറിയ സ്കിറ്റുകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാൻ പറ്റും. നിങ്ങളൊരു ഗംഭീര ആർട്ടിസ്റ്റാണ്. പിന്നെ സീന, ഭയങ്കര രസമുണ്ട് നിങ്ങളെ വോയിസ്. കാരണം കോമഡിക്ക് പറ്റിയ വോയിസാണ്. ഇപ്പം തന്നെ ഈ ജഡ്ജ്മെൻറ്റ് സമയത്ത് ഇവിടെ നിന്ന് സാധാരണ
നാട്ടിലെ കോമഡിക്കാരെന്നൊക്കെ പറയുന്ന ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ വന്ന് സത്യം പറഞ്ഞാൽ മിണ്ടാ വെറുതെ നിൽക്കും. ഇതങ്ങ് വാദോരാതെ സംസാരിക്കുക. നിങ്ങൾ പിന്നെ ശശികല ചേച്ചി ഗംഭീരമായിരുന്നു. ഒരു ചെറിയ വിറയലുണ്ടായിരുന്നു. അത് നിങ്ങളല്ല, ഞങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് വിറയലുണ്ടാവും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ടീം പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു ടീം നമ്മളിവിടെ ഉണ്ട്, അറിയാലോ, രാജേഷ്, ഹരി, സുജിത്തൊക്കെ ചെയ്യുന്ന ടീം. ആ ടീമിൻ്റെ തുടക്ക സമയത്ത് മുതലേ ഞാൻ ഇവിടെ ജഡ്ജ്മെൻറ്റ് പാനലിൽ ഉണ്ടായിരുന്ന ഒരു ആളാണ്. അവർക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ചെറിയൊരു വിറയിലും. പക്ഷേ ഇന്ന് മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന അവരെ സ്കിറ്റുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീമായിട്ട് വരാൻ നിങ്ങൾക്ക് സാധ്യത എൻ്റെ ഉള്ളിൽ ഞാൻ കാണുന്നു. നിങ്ങൾ ഗംഭീരമാണ്, സ്കിറ്റ് അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് തന്ന സബ്ജക്റ്റ് നിങ്ങൾ വളരെ മനോഹരമായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി വരുമ്പോൾ ഇതിൻ്റെ മേലിൽ ചെയ്യണം. ഒരു വിറയിലും വേണ്ട, ഒരു പേടിയും വേണ്ട. ഇത് നിങ്ങളെ ഫ്ലോറാണ്. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പൂർണ്ണ സപ്പോർട്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ ഓഡിയൻസ് ഒക്കെ കട്ടയ്ക്ക് നിങ്ങളെ കൂടെ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി അടിച്ചു പൊളിക്കാം. ഓൾ ദ ബെസ്റ്റ്. പൊളി. അപ്പൊ ഇനി നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ ഗംഭീരായിരുന്നട്ടാ, 3 പേരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടാ. എനിക്ക് തോന്നണം ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നേ ഇല്ല. എനിക്ക് പറയാനുള്ള 3 പേരും വോയിസ് നല്ല രസമുള്ള വോയിസാണ്. കാരണം അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. എനിക്ക് തോന്നുന്നു സീനയുടെ വോയിസും അതുപോലെ തന്നെ സ്മിതയുടെ വോയിസൊക്കെ ഭയങ്കര രസമുണ്ട്. പിന്നെ ചേച്ചി അതിന് രണ്ടിലും നടുക്ക് നിൽക്കുമ്പോൾ അതും വേറൊരു വോയിസായിട്ട് കിട്ടും. ഈ വോയിസുകളിൽ പ്രത്യേകതയുണ്ട്. നമ്മൾ കളിക്കുമ്പോൾ ഞങ്ങളൊക്കെ പണ്ട് മിമിക്രി കളിക്കുമ്പോൾ നമ്മൾ കള്ളത്തൊണ്ട ഉണ്ടാക്കിയിട്ടാണ് സൗണ്ട് എടുത്തിരുന്നേന എന്നൊക്കെ കാണിച്ചിട്ട് നമ്മൾ തമാശക്ക് വേണ്ടിയിട്ട് തമാശ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ സംസാരിച്ചാൽ എല്ലാവരും ചിരിക്കുമെന്നെല്ലാം പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തമാശ വോയിസ് എന്നല്ല പറഞ്ഞത്. തമാശ ചെയ്യാനായിട്ട് കുറച്ചും കൂടി നല്ല വോയിസാണ് നിങ്ങളുടെ. അപ്പോൾ അത് തന്നെ നമുക്ക് ഒരു എന്താണ് ബ്ലെസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. നമ്മൾ അമ്മായിമ്മ പോര് മരുമോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ ഇഷ്ടമാരെ കണ്ടിട്ടുണ്ട്, നമ്മൾ വേറെയും സ്കിറ്റുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനെ നമ്മൾ അതേപോലത്തെ ഒരു സ്കിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെയും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, കൈയടിക്കുക, ചിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം കഴിവാണ്. നിങ്ങളത് നന്നായിട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിന്ന് സംസാരിക്കാൻ പറ്റുന്നതും കൈയടിക്കാനും ചിരിക്കാനും പറ്റുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പറഞ്ഞ കൂട്ട് ടൈമിങ്, ഈ സ്മിതയുടെ ടൈമിങ് ഭയങ്കര ഉണ്ടാവും, നല്ല ടൈമിംഗ് ആണ്. അതുപോലെ സീന കറക്റ്റ് കാര്യങ്ങൾ സീനയുടെ ആ വോയിസിൽ വന്നപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും 3 പേർക്കും ഭാവങ്ങൾ നേരുന്നു. ചേച്ചിയുടെ കൂടെ തൊഴിലുറപ്പിന് പോകുന്ന എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ ബിഗ് സല്യൂട്ടും ഹായൊക്കെ ഉണ്ട് കേട്ടാ. ചേച്ചിനെ നോക്കിക്കൊള്ളണം, ഞങ്ങൾക്ക് വേണ്ടാണ്. ഇടയ്ക്ക് റിഹേഴ്സൽ ചെയ്യാൻ ഇച്ചിരി സമയം കൊടുക്കണം എന്നല്ലേ? സാറേ, എന്റെ കുടുംബശ്രീക്കാർക്ക് കൂടെ ഒരു ഹായ് കൂടെ, അല്ലെ അവര് പ്രശ്നമാകും. ഞാൻ സംഗമം കുടുംബശ്രീയിലെ എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ ബിഗ് സല്യൂട്ട്. സംഗമിച്ചുകൊണ്ടാണുള്ള പരിപാടി അല്ലേ? അയ്യോ, കൈരളി കുടുംബശ്രീ വലവൂര് വലവൂര് അവർക്കും ബിഗ് സല്യൂട്ട്. ഓക്കെ, നമ്മുടെ ഈ ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാരാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണം. കാരണം അവരിഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയും വർഷം ഈ പ്രോഗ്രാം നിലനിന്നതും ഇത്രയും ഹിറ്റായിട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് അവാർഡ് കിട്ടിയതും അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട്. അപ്പോൾ 3 പേരും അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കുക. അല്ല, ഇതിലും ഗംഭീരം, ഇത് ഗംഭീരമാണ്, ഇതിലും ഗംഭീരമാക്കുക. അല്ല, ഈ സ്കിറ്റ് തന്നതാരാണ്, ഇതിന്റെ ത്രെഡ് ആരാണ്, കൂടെ ഒന്ന് പറയും. നമ്മുടെ ഗ്രൂമേഴ്സിലാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അത് സനൂപയുടെ ജോൺ സാറിന്റെ ചേട്ടാന്ന് വിളിക്കാം. 2 പേരുടെയും കൂടെ. അല്ല, എന്നോട് പറഞ്ഞു ചേച്ചിക്ക് പ്രായമില്ല, ചേച്ചിക്ക് പ്രായമില്ല, അനിയത്തിന്ന്. ചേച്ചിക്ക് പ്രായമില്ലേ, എന്നെ സനൂപെന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ സാറൊക്കെ അല്ലേ, നമ്മളെങ്ങനെയാ. ഇനി ഒരു സത്യം പറയാം, സനൂപിന് 45 വയസ്സ്. അവൻ അടുത്ത മാസം വരുമ്പോ 28 എന്നൊക്കെ പറയാൻ വേണ്ടി. ഇത് മനസ്സിലായല്ലോ. നിങ്ങളുടെ കഴിവ് കൊണ്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ല സ്കിറ്റ്, നല്ല സബ്ജക്റ്റ്, നല്ല കൗണ്ടറുകൾ തരാൻ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കാൻ വേണ്ടി ഒരുപാട് ക്രൂ ഇവിടെ മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വരിക, നല്ല പെർഫോമൻസ് ചെയ്യുക. ഓക്കെ അല്ലേ? സ്കിറ്റ് എഴുതിയ രാജേഷ് ചേട്ടനും അതുപോലെ തന്നെ ശശാങ്കൻ ചേട്ടനും കൂടി ഒരു വലിയ കൈയ്യടി. അടിപൊളി. അപ്പൊ എല്ലാവർക്കും ഹായ് കിട്ടിയില്ലേ? പൂവല്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ഇല്ല. മാർക്ക് വേണ്ടേ? പൈസ വേണ്ടേ? നമുക്ക് ചോദിക്കാം. ചെലവുള്ളതാ. ഇത് ഞങ്ങൾ 3 പേരും നിങ്ങൾ ഫസ്റ്റ് വന്നതുകൊണ്ട് ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞതാണ്. മാർക്കിന്റെ രീതി തന്നെ തരും, അറിയാലോ. അതിന് വേറെ ഒരു വിഷമം വിചാരിക്കരുത്. ഇവിടെ വരാൻ പറ്റിയില്ല, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ മാർക്ക് കൊടുക്കാം. നമുക്ക് ആദ്യം നസീർക്കെന്ന് തുടങ്ങാം. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. സന്തോഷമായിട്ട് ഒരു
12,000 രൂപ അങ്ങ് തരുവാണോ? 12,000 ആയിട്ടുണ്ട്. ഇനി ബിജുക്കുട്ടൻ ചേട്ടാ? ഞാൻ ഒട്ടും കുറക്കുന്നില്ല, 12,000 രൂപ. 12. അപ്പം 24,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനിയും കൂടും. നമുക്ക് ചോദിക്കാം അസിസിക്ക് എടുത്തിക്ക. സീനയ്ക്ക് എന്തോ കടമുണ്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. കൊറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്നാലും സൈഡിൽ കൂടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാം. ചേച്ചി അവിടെ നമ്മുടെ നാട്ടിലെ കോമഡിക്കാരനോട് വന്ന ചേച്ചിമാർ നമുക്ക് ഇവരെ അങ്ങോട്ട് നമ്മുടെ പെൺപുലികൾ ടീം എസ് എന്ന് അങ്ങ് വിളിക്കാല്ലേ? അപ്പൊ നമ്മുടെ TSS ആദ്യമായി ഈ ഫ്ലോറിൽ വന്നിട്ട് 50,000 രൂപ കൊണ്ട് അഭിമാനത്തോടു കൂടി പോകാൻ പോവാണ്. ഒരു വലിയ കൈഡി കൊടുക്കാം നമ്മുടെ TSS ചേച്ചിമാർക്ക്. താങ്ക് യു ചേച്ചി. നമുക്ക് ഇനിയും കാണാം. അന്ന് നമുക്ക് പഞ്ചടിക്കണം കേട്ടോ. ഓക്കെ ചേച്ചിമാരെ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. എന്റെ വയറ് വേദനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എപ്പിസോഡ്? കാര്യക്കാര് ഹാപ്പി അല്ലേ? അപ്പൊ വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.